ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ജൂലൈ 3-ാം തീയതി പ്രദോഷമാണ്. നമുക്കറിയാം, ത്രയോദശി തിഥിയിലാണ് പ്രദോഷം വരുന്നത്. ഇപ്രാവശ്യത്തെ പ്രദോഷം ബുധനാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷത്തെ ബുധപ്രദോഷമെന്ന് പറയുന്നു. പ്രദോഷവ്രതം നമ്മൾ സാധാരണയായിട്ട് വ്രതമായിട്ട് എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം തന്നെ ഭഗവാൻ മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മഹാദേവ പ്രീതിക്ക് വളരെ ഉത്തമമാണ് പ്രദോഷവ്രതം എടുക്കുന്നത്. അതിൽ തന്നെ പ്രദോഷ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് വളരെ ഫലമാണ് ലഭിക്കുന്നത്. പ്രദോഷത്തിലെ ഏറ്റവും പുണ്യമായ സമയമെന്ന് പറയുന്നത് സന്ധ്യാസമയമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിനും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതിനുമെല്ലാം തന്നെ ഉത്തമമാണ് സന്ധ്യാസമയം. അതുകൊണ്ട് തന്നെ പ്രദോഷ ദിനത്തിൽ ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കഴിയുമെങ്കിൽ സന്ധ്യയ്ക്ക് പോകുന്നത് വളരെ നല്ലതാണ്. ഇനി എന്തിനാണ് ഈ ദിവസം നമ്മൾ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? നമുക്കറിയാം, പാലാഴിയിൽ ദേവന്മാരും അസുരന്മാരും കൂടെ അമൃത് കടഞ്ഞ കഥ നമുക്കറിയാം. മന്ദരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും ഉപയോഗിച്ച് വാൽഭാഗത്ത് ദേവന്മാർ പിടിക്കുകയും വാസുകിയുടെ വാൽഭാഗത്ത് ദേവന്മാർ പിടിക്കുകയും തലഭാഗത്ത് അസുരന്മാർ പിടിച്ചിട്ട് നമ്മൾ തൈര് കടയുന്നത് പോലെ പാലാഴി കടഞ്ഞ് അതിൽ നിന്നും ഒരുപാട് ദിവ്യമായ വസ്തുക്കളൊക്കെ പുറത്തേക്ക് വന്ന കാര്യമൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടും പഠിച്ചിട്ടുമൊക്കെ ഉണ്ട്. അങ്ങനെ അമൃത് കടയുന്നതിന് വേണ്ടി വാസുകി ഇങ്ങനെ കയറായി നിലകൊണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വാസുകിക്ക് ഭയങ്കരമായ ക്ഷീണവും തലകറക്കമൊക്കെ വന്നു. അങ്ങനെ വാസുകി ഛർദ്ദിക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് വാസുകിയുടെ കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചു വന്നു. അപ്പോഴേക്കും തന്നെ ഛർദ്ദിക്കാൻ പോകുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന സകല ദേവീദേവന്മാർക്കും യക്ഷന്മാർക്കും കിന്നരന്മാർക്കും ഗന്ധർവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ തന്നെ ശ്വാസം മുട്ടാൻ തുടങ്ങി. അപ്പോൾ വാസുകി ഛർദ്ദിക്കുന്നത് എന്താണ്? കാളകൂട വിഷമാണ്. ഈ വിഷം താഴേക്ക് പതിച്ചാൽ ത്രിലോകങ്ങളും നശിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ദുരവസ്ഥയിൽ നിന്നും രക്ഷിക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴാണ് മഹാദേവൻ ഓടി വന്നിട്ട് വാസുകിയുടെ ആ കാളകൂട വിഷം, വാസുകി ശ്രദ്ധിച്ച കാളകൂട വിഷം തൻ്റെ തൃക്കൈയിൽ ഏറ്റുവാങ്ങുകയും അത് താഴേക്ക് ഒഴിക്കാൻ പറ്റില്ല, അപ്പോൾ കുടിക്കുകയാണ്. അങ്ങനെ ശ്രീപാർവതി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു ഭയന്ന് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് ആ വിഷം ഉറച്ചു പോയെന്നും അങ്ങനെ അദ്ദേഹത്തിന് നീലകണ്ഠൻ, വിഷകണ്ഠൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ ലഭിച്ചുവെന്നുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ വിഷമാണ് ഭഗവാൻ കുടിച്ചതല്ലേ. അപ്പോൾ വിഷം കുടിച്ചപ്പോൾ ശ്രീ പരമേശ്വരന് ഒരു വലിയ ക്ഷീണമുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ആ ക്ഷീണത്തിൽ ശ്രീ പാർവതിയുടെ മടിയിൽ തലവെച്ച് മയങ്ങി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിനും എല്ലാം വേണ്ടിയിട്ട് ദേവന്മാർ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ സന്നിഹിതരായിരുന്നു. അദ്ദേഹം ഉണരുന്നതും കാത്തിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ചു കാലങ്ങൾ ഉറങ്ങി. അതിനുശേഷം അദ്ദേഹം ഉണർന്നെഴുന്നേറ്റത് ഒരു ത്രയോദശി സന്ധ്യയിലാണ്. സർവദോഷങ്ങളും മാറി അദ്ദേഹം ഒരു ത്രയോദശി സന്ധ്യയിൽ ഉണർന്നെഴുന്നേൽക്കുകയും ആനന്ദ നടനമാടുകയും ചെയ്തു. അത് നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനമാടി എന്നാണ് പറയുന്നത്. ആ സമയത്ത് സകല ദേവീദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും സപ്തർഷികളും എല്ലാവരും തന്നെ അവിടെ സന്നിഹിതരാവുകയും അദ്ദേഹത്തെ സ്തുതിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷ സന്ധ്യാസമയത്ത് ശിവക്ഷേത്രത്തിൽ
സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ടാകുമെന്നും അദ്ദേഹം നടനം ചെയ്യുകയാണ്. ആ ത്രയോദശി സന്ധ്യയിൽ മഹാദേവൻ നടനം ചെയ്യുന്നുവെന്നും അത് കാണാനായിട്ട് ഇവരെല്ലാവരും തന്നെ അവിടെ സന്നിഹിതരായിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രദോഷകാലത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നടരാജ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ആ സമയത്തെ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് അതീവ ഫലസിദ്ധിയാണുള്ളത്. കാരണം എല്ലാ ദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കുകയും എല്ലാവർക്കും അത്യധികമായ സന്തോഷം ഉള്ള സമയവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വലിയ ഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ബുധനാഴ്ച വരുന്ന പ്രദോഷത്തിനെ ബുധപ്രദോഷമെന്നറിയപ്പെടുകയും വിദ്യയും അറിവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദിവസം പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് വളരെ വളരെ നല്ലതാണെന്ന് പറയുന്നു. സന്ധ്യയ്ക്ക് കേരളത്തിൽ നമ്മൾ പ്രദോഷ പൂജാ സമയം എന്ന് പറയുന്നത് 6:45 മുതൽ രാത്രി 9:02 വരെയുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിശേഷമാണ്. ഇനി ഏത് രാജ്യത്ത് താമസിക്കുന്നവരായാലും സമയമല്ല, സന്ധ്യാസമയം. ആ രാജ്യത്ത് പല സമയങ്ങളിലായിരിക്കും രാത്രിയാകുന്നത്. അതായത് സൂര്യൻ അസ്തമിക്കുന്ന ആ സന്ധ്യാസമയത്ത് നിങ്ങളെല്ലാവരും തന്നെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് പ്രദോഷവ്രതം വിധിയാവണ്ണം ആചരിക്കുന്നത്? പ്രദോഷവ്രതം എടുക്കുന്നതിനായിട്ട് തലേ ദിവസം നമ്മൾ ഏകാദശി എടുക്കുന്നത് പോലെ തന്നെ ശുദ്ധ ആഹാരത്തിലിരിക്കുക. ഒരു നേരം അരിഭക്ഷണമൊക്കെ കഴിച്ച് മറ്റ് 2 നേരവും മറ്റ് പദാർത്ഥങ്ങളൊക്കെ കഴിച്ച് നമുക്ക് പിറ്റേ ദിവസത്തെ വ്രതത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ പ്രദോഷവ്രതത്തിൻ്റെ ശരിയായ വണ്ണത്തിലെ വ്രതമെന്ന് പറയുന്നത് രാവിലെ മുതൽ സന്ധ്യ വരെ നമ്മളൊന്നും കഴിക്കില്ല, ഉപവാസം. അതിനുശേഷം സന്ധ്യയ്ക്ക് നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് അവിടെ അദ്ദേഹത്തിന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് ഒരു കരിക്ക് കൊടുത്ത് നിവേദിച്ച്, പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിവേദിച്ച് ഈ കരിക്കും പഴങ്ങളും സന്ധ്യയ്ക്ക് ശേഷം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കുക. അതിനുശേഷം അരിഭക്ഷണം, ചോറ്, പച്ചരിച്ചോറ് വേവിച്ചതോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറോ ഒരു ചമ്മന്തിയോ മോരോ ചേർത്ത് കഴിക്കുക. ഈ ചമ്മന്തിക്ക് ഉള്ളി പാടില്ല. ഉള്ളി ഇല്ലാതെ ഇച്ചിരി ഇഞ്ചിയൊക്കെ വെച്ച് ചമ്മന്തി അരച്ച് ഇഞ്ചിയൊക്കെ ചേർത്ത് മോരും കൂട്ടി കഴിക്കുക. വീട്ടിലാണെങ്കിലും ഇതേപോലെ തന്നെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാന്റെ പടത്തിന് മുമ്പിൽ നമ്മൾ പഴങ്ങളോ അല്ലെങ്കിൽ ഒരു കരിക്കോ വെള്ളമോ ഒക്കെ വെച്ച് അത് കഴിച്ചതിന് ശേഷം വീട്ടിൽ വെച്ച ചോറും ഇതുപോലെ ഒരു ചമ്മന്തിയും മോരും ഒക്കെ കൂട്ടി, അതായത് ലഘുവായ ഭക്ഷണം കഴിക്കുക. പക്ഷെ അരിഭക്ഷണം സന്ധ്യയ്ക്ക് ശേഷം നമുക്കാവാം. അങ്ങനെ നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ച് വീണ്ടും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയോ ക്ഷേത്രത്തിൽ പോവുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെയാണ്, അതായത് ഒരു പകലാണ് വ്രതം എടുക്കുന്നത്. ഇനി ഏകാദശി എടുക്കുന്നവർ പ്രദോഷം എടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും വളരെ സംശയമാണ്. തീർച്ചയായിട്ടും പറ്റും. അതിനൊന്നും യാതൊരു ദോഷവുമില്ല. നമുക്ക് ഏകാദശി വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ പ്രദോഷത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഏകാദശി എടുത്തു, ജൂലൈ 3-ാം തീയതി തന്നെയാണ് നമ്മുടെ പാരണ വീടുന്നത്. നമ്മൾ ആ കറക്റ്റ് സമയത്ത് നമ്മുടെ പാരണ വീടണം. അതായത് നമ്മൾ തീർത്ഥം കുടിച്ച് പഴങ്ങൾ എന്തെങ്കിലും ഭക്ഷിച്ച് നമുക്ക് പാരണ വീടാം. ആ പാരണ വീടി കഴിയുമ്പോൾ നമ്മുടെ ഏകാദശി വ്രതം അവിടെ അവസാനിച്ചു. പിന്നെ നമുക്ക് പ്രദോഷത്തിലേക്ക് കടക്കാം. നമുക്ക് വേണമെങ്കിൽ പകൽ മുഴുവൻ ഒന്നും കഴിക്കാതെ ഇരിക്കാം, അല്ലെങ്കിൽ ജലം കുടിച്ചിരിക്കാം, അല്ലെങ്കിൽ പാലും പഴങ്ങളും ഭക്ഷിച്ചിരിക്കാം. പക്ഷേ അരിഭക്ഷണമോ ഗോതമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കഴിച്ചിരിക്കാം. കാരണം പലപ്പോഴും പലരും മരുന്ന് കഴിക്കുന്നവരുമൊക്കെ കാണും. അപ്പോൾ അങ്ങനെ നമുക്കിരിക്കാം. എന്നിട്ട് സന്ധ്യയ്ക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇതും കൂടെ ഇപ്പോൾ അന്നത്തെ ദിവസവും കൂടെ നിങ്ങൾ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് മത്സ്യമാംസാദികളൊക്കെ കഴിക്കാതെ ഇരുന്ന്, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഏകാദശി വീഡിയോയിൽ പറഞ്ഞത് ഈ 3 ദിവസവും നമ്മൾ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കണമെന്ന്. അങ്ങനെ ഇരുന്ന് നമുക്ക് സന്ധ്യയ്ക്ക് ശേഷം വ്രതം അവസാനിപ്പിക്കാം അരിഭക്ഷണം കഴിച്ച്. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മൾ
അന്നത്തെ ദിവസം ത്രയോദശി ദിവസം നമ്മൾ ത്രിസന്ധ്യയ്ക്ക് പഞ്ചാക്ഷരി മന്ത്രം എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്രയും തവണ ജപിക്കുക. മഹാശിവക്ഷേത്രങ്ങളൊക്കെ പ്രദോഷ പൂജയുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ വലിയ പൂജയാണ് പ്രദോഷത്തിന്. അപ്പോൾ കുറച്ച് പ്രദോഷ വ്രതങ്ങൾ നമുക്ക് എടുക്കാം. എല്ലാ മാസവും നമുക്ക് 2 പ്രദോഷമുണ്ട്. 2 പ്രദോഷവും വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ ഒന്ന് ശുക്ലപക്ഷ പ്രദോഷം മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ കൃഷ്ണപക്ഷ പ്രദോഷം മാത്രമായിട്ടും എടുക്കാം. ഏതാണ് നമുക്ക് താല്പര്യമെന്ന് വെച്ചാൽ അതെടുക്കാം. അതായത് മാസത്തിൽ 1 പ്രദോഷം, അതല്ലെങ്കിൽ മാസത്തിൽ 2 പ്രദോഷവും എടുക്കാം, നമ്മുടെ സൗകര്യം. പക്ഷേ പരമാവധി സമയം പ്രാർത്ഥിക്കുക. വലിയ വലിയ ഫലങ്ങളാണ് ഇതുപോലുള്ള വ്രതങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരുപാട് ആരോഗ്യമുണ്ടാകും, മനസ്സിന് ആരോഗ്യമുണ്ടാകും. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു ശക്തി ആണ് ഭഗവാൻ നമുക്ക് ഇതിലൂടെ തരുന്നത്. കാരണം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ബലമാണ് ഭഗവാൻ നമുക്ക് തരേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സെക്കൻഡ് ചാനലുണ്ട്. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഏകാദശി പുഴുക്കും ഒരു ചൊവ്വരി പായസവും ഒക്കെ ഇട്ടിട്ടുണ്ട്. വെജിറ്റേറിയൻ വിഭവങ്ങളാണ് നമ്മളതിനകത്ത് കാണിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും ഇട്ടേക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.